വിദേശ രാജ്യങ്ങളിൽ അപകടകരമെന്ന് കണ്ട് നിരോധിച്ച നിരവധി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഇന്ന് സുലഭമാണ്. ആരോഗ്യത്തിനെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു എന്ന് കണ്ട വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ച മരുന്നുകളും മിഠായികളും അടക്കമാണ് ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിരോധിച്ചതും ഇന്ത്യയിൽ വിൽക്കുന്നതുമായ ചില ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാം. ഇവയിൽ പലതും നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നതാണെന്നതാണ് ശ്രദ്ധേയം. ഒന്നാമതായി കിൻഡർ ജോയ് തന്നെയാണ്. ഇന്ത്യയിലെ കുട്ടികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട മിഠായികളിൽ മുൻപന്തിയിൽ തന്നെയാണ് കിൻഡർ ജോയിയുടെ സ്ഥാനം. എന്നാൽ US-ൽ ഇത് കുട്ടികളുടെ ആരോഗ്യത്തിന് അപകടകരമാണെന്ന് മനസ്സിലാക്കി വിൽപ്പന നിരോധിച്ചിരിക്കുന്ന ഉൽപ്പന്നമാണ്. US-ൽ നിങ്ങൾ ഇത് വാങ്ങിയാൽ നിയമവിരുദ്ധമായ കിൻഡർ എഗ്ഗിന് $2500 വരെ പിഴ ഈടാക്കാം. അതേസമയം ഇന്ത്യയിൽ ഇതിന്റെ പരസ്യം പോലും വലിയ പ്രചാരണത്തിലുണ്ട്. അടുത്തത് ലൈഫ് ബോയ് സോപ്പുകളാണ്. കീടാണുക്കൾക്കെതിരെ പൊരുതുന്ന സോപ്പ് എന്ന പര്യായമാണ് ഇന്ത്യയിൽ ലൈഫ് ബോയ്ക്കുള്ളത്. എന്നാൽ അമേരിക്കയിൽ ചർമ്മത്തിന് ഹാനികരമായ സോപ്പായി കണക്കാക്കുന്ന ലൈഫ് ബോയ് നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക മൃഗങ്ങളെ കുളിപ്പിക്കാനാണ് അവിടെ ഈ സോപ്പ് ഉപയോഗിക്കുന്നത്. റെഡ് ബുൾ. ഫ്രാൻസിലും ഡെൻമാർക്കിലും എനർജി ഡ്രിങ്കായ റെഡ് ബുൾ നിരോധനത്തിലാണ്. ലിത്വാനിയയിൽ 18 വയസ്സിന് താഴെയുള്ളവർക്കും ഈ എനർജി ഡ്രിങ്കിന്റെ ഉപയോഗം നിരോധിച്ചിരിക്കുന്നു. ഈ പാനീയം ഹൃദയാഘാതം, നിർജ്ജലീകരണം, രക്താതിമർദ്ദം എന്നിവയ്ക്ക് കാരണമാകുന്നതായി രാജ്യങ്ങളിലെ ആരോഗ്യ വകുപ്പുകൾ വിശദീകരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഈ പാനീയം എല്ലാ സൂപ്പർ മാർക്കറ്റുകളുടെയും റെഫ്രിജറേറ്ററിൽ സുലഭമാണ്. ഡിസ്പിരിൻ ഗുളികകൾ. തലവേദനയിൽ നിന്ന് ആശ്വാസം നേടാൻ നാം സ്ഥിരം കഴിക്കുന്ന സാധാരണ ഗുളികയാണ് ഡിസ്പിരിൻ. എന്നാൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതിൽ പരാജയപ്പെട്ടതിന് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് നിരോധിച്ചിട്ടുണ്ട്. ജെല്ലി മിഠായി. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജെല്ലി മിഠായിയുടെ വിൽപ്പന പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. കുട്ടികളിൽ ശ്വാസതടസ്സം ഉണ്ടാക്കുന്നു എന്ന പേരിൽ കേസുകൾ ഉള്ളതിനാൽ അവ കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കണക്കാക്കിയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഇവ വളരെ സുലഭവുമാണ്. എൻഡോസൾഫാൻ, DDT. ഹാനികരമായ DDT, എൻഡോസൾഫാൻ എന്നിങ്ങനെ 60-ലധികം കീടനാശിനികൾ വിദേശത്ത് നിരോധിച്ചിട്ടുണ്ട്. ഈ കീടനാശിനികൾ സദ്യയിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും മാരകമായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന കാരണത്താലാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ഇവ സുലഭമാണ്. പാസ്ചറൈസ് ചെയ്യാത്ത പാൽ. ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്ന അപകടകരമായ സൂക്ഷ്മാണുക്കളും അണുക്കളും അടങ്ങിയിരിക്കുന്നതിനാൽ US-ലും കാനഡയിലും പാസ്ചറൈസ്ഡ് പാൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ അതും സുലഭമാണ്. നിമുലിഡ്. അമേരിക്കൻ, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നിവയ്ക്ക് പുറമെ ഈ വേദന സംഹാരിയെ മറ്റു പല രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. കാരണം ഇത് കരളിനെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതും വൻ വിൽപ്പനയിലുണ്ട്. ഡീകോൾഡ് ടോട്ടൽ. വൃക്കയ്ക്ക് ഹാനികരമാണെന്ന് വ്യക്തമായ ശേഷം ജലദോഷത്തിനുള്ള മരുന്നായ ഡീകോൾഡ് ടോട്ടൽ പല രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഈ മരുന്നിന്റെ പരസ്യവും സ്ഥിരമായി കാണാം. ആൾട്ടോ 800. ഗ്ലോബൽ എൻകാം ക്രാഷ് ടെസ്റ്റിൽ പരാജയപ്പെട്ടതിനാൽ പല രാജ്യങ്ങളിലും നാനോയെ പോലെ അൾട്ടോയും നിരോധിതമാണ്. എന്നാൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഫാമിലിക്കിടയിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന വാഹനമാണ് ആൾട്ടോ 800.